പാകിസ്ഥാനെക്കാളിലും പിന്നിലാണ് ഇന്ത്യ. സത്യത്തിൽ ഇത് വളരെ ആശങ്കാജനകമായ കാര്യമാണ്. യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ, പ്രതിരോധ ശക്തിയിൽ ഇന്ത്യ 4ാമതാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ പിന്നിലാണ് പാകിസ്ഥാനേക്കാൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ യുദ്ധമേഖലയിലാണെങ്കിലും നമ്മുടെ എല്ലാ മേഖലയിലും നമ്മളെ വലിയ രീതിയിൽ ഇന്ത്യക്കാരെ മുഴുവനായി ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഏത് കാര്യത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കാൾ മുന്നിലായി നിൽക്കുന്നത്? ഇപ്പം നിലവിൽ തിരുവനന്തപുരത്ത് ഒരു യുദ്ധവിമാനം വന്നതിൻ്റെ വാർത്തകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വിമാനത്തിൻ്റെ പ്രത്യേകത കണ്ടിരുന്നു. അതിൻ്റെ ഡിസൈൻ നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച യുദ്ധവിമാനങ്ങളുടെ ആകൃതിയല്ല ആ വിമാനത്തിന്. വളരെ വലിപ്പം കുറവുമാണ്. ആ വിമാനം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കും മുമ്പ് കുതിച്ചു പായുന്ന വേഗതയുള്ള വിമാനമാണ്. അതുകൊണ്ടാണ് ആ പ്രത്യേക ഡിസൈൻ അതിന് വന്നേക്കുന്നത്. 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയും. അതായത് റഡാറുകളുടെ കണ്ണിൽ പെടില്ല. പെട്ടാൽ തന്നെ അത് വലിയ പറവയായിട്ടോ പക്ഷിയായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കുക. അത്രയ്ക്ക് ചെറിയൊരു സിഗ്നൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആധുനിക കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് ഈ നേർക്ക് നേർ നിന്ന് പോരടിക്കുന്നതല്ല. എല്ലാം എയർ ടു എയർ ആണ്. ഒന്നെങ്കിൽ ഡ്രോണുകൾ പോകും, യുദ്ധവിമാനങ്ങൾ പോകും, അല്ലെങ്കിൽ മിസൈലുകളോ അതേപോലുള്ള സംഗതികളോ ഒക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ വളരെ പിന്നിലാണ്. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നതിൽ ഇന്ത്യ വളരെ വളരെ പിന്നിലാണ്. കാരണം പാകിസ്ഥാന് വരുന്ന ഡിസംബറിൽ ഏതാണ്ട് 2-3 മാസം കൂടി കഴിയുമ്പോൾ പാകിസ്ഥാന് ചൈന 40 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയാണ്. കാര്യം ഇന്ത്യയിൽ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള ആലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒറ്റൊരെണ്ണം പോലും ഇല്ല. നിലവിൽ നമ്മളുടെ പദ്ധതികൾ പ്രകാരം AMCA എന്നാണ് അതിന് പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്ന ആ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്. നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായ വിമാനം, 5ാം തലമുറ യുദ്ധവിമാനം. അതിൻ്റെ പ്രോട്ടോടൈപ്പ്, അതായത് അതിൻ്റെ അവസാന മാതൃക 2029 പൂർത്തിയാവുകയുള്ളൂ. അതായത് ഇനിയും ഒരു 4 വർഷം കൂടി എടുക്കും. അത് നമ്മുടെ എയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ നേവിയുടെയോ ഭാഗമാകണമെങ്കിൽ 2035 2036 എടുക്കും. അതായത് കുറഞ്ഞതൊരു 10 വർഷത്തെ കാലതാമസം മിനിമം ഇനിയുണ്ട്. അതായത് പാകിസ്ഥാനേക്കാൾ നമ്മൾ ഈ കാര്യത്തിലൊരു 10 വർഷം പിറകിലാണ് എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ചൈനയ്ക്ക് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുണ്ട്. അവർക്ക് ഓൾറെഡി അതുണ്ട്. പാകിസ്ഥാനും കൂടി കിട്ടാൻ പോകുന്നു. അപ്പോഴാണ് ആ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുന്നത്. കാര്യം ചൈനയും ഇന്ത്യയും അത്ര സൗഹൃദത്തിലുള്ള രാഷ്ട്രങ്ങളല്ല. പാകിസ്ഥാൻ നമ്മുടെ സ്ഥിര ബദ്ധശത്രുവാണ്. എന്നാൽ ചൈനയും നമുക്ക് ഭീഷണിയായിട്ട് വരുന്ന അതിർത്തി തർക്കങ്ങൾ ചൈനയുമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്ലാൻ ബി എന്നുള്ളത് വേണമല്ലോ. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് 10 വർഷം ഇതിനു വേണ്ടി കാത്തിരിക്കുക അത്ര നല്ലതല്ല. ഇനിയിപ്പോൾ ചൈന പാകിസ്ഥാന് കൊടുക്കുന്ന വിമാനം ഏതാണെന്ന് കൂടി നോക്കണമല്ലോ. അതായത് ചൈനയുടെ കയ്യിലുള്ള 5ാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് J-35 എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട വിമാനമാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ഇതല്ല ചൈന പാകിസ്ഥാന് കൊടുക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി താഴെ നിലയിലുള്ള FC-31 എന്ന് പറയുന്ന, അതായത് ഈ J-35ൻ്റെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ സീരീസിൻ്റെ പേര് FC-31 എന്നാണ്. ഇങ്ങനെ 40 എണ്ണമാണ് പാകിസ്ഥാന് കൊടുക്കുന്നത്. പാകിസ്ഥാന് ഒരു 2030 ഈ വിമാനം കിട്ടുമെന്നായിരുന്നു ആദ്യത്തെ പ്രതീക്ഷ. പക്ഷേ ഇന്ത്യ ആയിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ സ്വയം തിരിച്ചറിഞ്ഞു ഇന്ത്യയുമായിട്ട് മല്ലിട്ട് നിൽക്കാൻ അവരുടെ ആയുധശേഷി അല്ലെങ്കിൽ പ്രഹരശേഷി പോരാ. അപ്പോൾ അതുകൊണ്ട് അവർ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ എത്രയും വേഗം വേണം എന്നുള്ള രീതിയിലൊരു നിലപാടെടുത്തു. അപ്പോൾ ചൈനയിൽ ഇത് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അവരും ചൈനയുമായിട്ട് സൈനിക സഹകരണമുണ്ട്. അപ്പോൾ ചൈന അവർക്കത് കൊടുക്കാൻ തയ്യാറാണ്. അവർ നേരത്തെ പറഞ്ഞതിനേക്കാളും നേരത്തെ ഈ വർഷം അവസാനം തന്നെ ഈ വിമാനങ്ങൾ കിട്ടും. ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും 40 എണ്ണം പാകിസ്ഥാന് കിട്ടും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോൾ ഇന്ത്യയുടെ പ്ലാൻ ബി എന്താണെന്നുള്ളതുണ്ടല്ലോ. ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ F-30 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാം. ഇതിപ്പോൾ സ്വന്തം നിർമ്മിക്കുന്നതിനാണ് 10 വർഷ കാലയളവ് കാത്തിരിക്കേണ്ടി വരും. സ്വന്തമായി നിർമ്മിക്കുന്നതുകൊണ്ട് അത്രയും കാത്തിരിക്കേണ്ടി വരും. എന്നാൽ നമുക്കിത് മറ്റിടത്തുനിന്ന് വാങ്ങാം. അപ്പോൾ പിന്നെ എളുപ്പം കാര്യം സാധിക്കുമല്ലോ.
അങ്ങനെയാണെങ്കിൽ പരിഗണിക്കാവുന്ന 2 വിമാനങ്ങളാണ്. ഒന്ന് അമേരിക്കയുടെ F-35, പിന്നെ ഒന്ന് റഷ്യയുടെ സുഖോയ് 57. ഇപ്പോൾ ഈ 2 വിമാനങ്ങളും നമ്മുടെ എയർ ഷോകളിൽ, ഇപ്പോൾ ഇന്ത്യക്ക് അടക്കം താല്പര്യമുള്ള എയർ ഷോകളിൽ വന്ന് പങ്കെടുത്തു. നമ്മളതിൻ്റെ പ്രകടനമൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും പൊതുവെ ഈ പറയുന്ന അമേരിക്കയുടെ 5ാം തലമുറ വിമാനത്തെക്കുറിച്ചും സുഖോയ് 57നെക്കുറിച്ചും ലോകമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ റഫേൽ വിമാനങ്ങൾക്ക് പറ്റിയ ഒരു പാളിച്ച, ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങൾ റഫേലിന് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ പോലുള്ള മിസൈലുകളൊക്കെ റഫേലിൽ ഉപയോഗിക്കാൻ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സുഖോയ് വിമാനങ്ങൾക്കതില്ല. അപ്പോൾ ഈ വരുന്ന അമേരിക്കയുടെ F-35നേക്കാളും ഇന്ത്യ പ്രിഫർ ചെയ്യേണ്ടത് ഈ റഷ്യയുടെ സുഖോയ് 57 എന്ന് പറയുന്ന 5ാം തലമുറ വിമാനത്തിനെയാണ് എന്നാണ് പറയുന്നത്. കാര്യം നമുക്ക് റഷ്യയുമായിട്ട് ഇതിനോടകം തന്നെ നമ്മൾ നല്ല സഖ്യത്തിലാണ്, സൈനിക സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെ 2 സർക്കാരുകളും തമ്മിൽ ധാരണയായാൽ വലിയ കാലതാമസം ഇല്ലാണ്ട് ആ വിമാനം നമുക്ക് കിട്ടും. ആ വിമാനം കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യയും കൂടി, അതിൻ്റെ ടെക്നോളജിയും മറ്റേ കോഡിങ്, അതിൻ്റെ കോഡുകളും അതും പ്രധാനമാണ്. കാര്യം ഈ വിമാനം മാത്രം കെട്ടിയിട്ട് കാര്യമില്ല, അതെങ്ങനെ പരിപാലിക്കണം, അതിൻ്റെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ, ഇതെല്ലാം കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതും കൂടി കിട്ടിയാൽ നമുക്ക് നേരത്തെ തന്നെ ഈ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതിൻ്റെ ടെക്നോളജി കിട്ടിയിട്ട് അതിൻ്റെ പാർട്സും കിട്ടി. നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇതിവിടെ അസംബിൾ ചെയ്തത്. അപ്പോൾ സമാനമായ രീതിയിൽ ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ സുഖോയ് 57 നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. പക്ഷേ നിലവിൽ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ കൂടുതലൊരു മേധാവിത്വം ഉണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യ ഈ കാര്യത്തിലുള്ള ഒരു കാലതാമസം ഉണ്ടായി. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ AMCA പദ്ധതി ഇത്ര നീണ്ടുപോകാനുള്ള പ്രധാന കാരണം ഇന്ത്യക്ക് സ്വന്തമായി വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് നിലവിൽ സംവിധാനമില്ല. ഒരു കാവേരി എഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ലാണ്ട് അതിൻ്റെ പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമുക്ക് വിമാന എഞ്ചിനുകൾക്ക് പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പ്രധാനമായും അമേരിക്കയിലെ GE എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യ വിമാന എഞ്ചിനുകൾക്കായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്തിലുള്ള ലഭ്യത, നമുക്ക് ഈ AMCA പ്രൊജക്റ്റിന് മുൻപ് തന്നെ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം ഏതാണ്ട് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ വിമാന എഞ്ചിനുകൾ സമയത്ത് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തേജസ് വിമാനങ്ങളുടെ പണിപ്പുരയിൽ അത് എത്ര ഗതിയിൽ പുരോഗതി പ്രാപിക്കുന്ന അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തം നിലയിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള പരിപാടികളുടെ വേഗത അതിനനുസരിച്ചിരിക്കും. ഏതായാലും നിലവിൽ നമുക്ക് ഈ കാര്യത്തിൽ വലിയൊരു പിന്നോട്ടടി ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ ഒരു വെല്ലുവിളി നേരിടാനായിട്ട് എത്രയും വേഗം നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും വിദേശ രാജ്യങ്ങളെ, അമേരിക്കയെയോ റഷ്യയോ ആശ്രയിച്ച് ഈ വിമാനങ്ങൾ എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.